ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സ്റ്റേജ് 1 ചോദ്യപേപ്പറിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ അടുത്ത ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകളും SCRT NCRT ഫാക്റ്റുമാണ് പഠിച്ചു പോകുന്നത്. ക്ലാസ് മൊത്തമായി കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം. ഓപ്ഷൻ എ ആര്യസമാജം, ഓപ്ഷൻ ബി ബ്രഹ്മസമാജം, ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം, ഓപ്ഷൻ ഡി സമത്വ സമാജം. ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ആര്യസമാജമാണ്. ഓക്കെ, എന്താണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ മക്കളെ, ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതിയാണ് ഏത് പ്രസ്ഥാനം സ്ഥാപിച്ചത്? ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ദയാനന്ദ സരസ്വതി ഏത് പ്രസ്ഥാനം സ്ഥാപിച്ചത്? ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക്. ഓക്കെ, ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ദയാനന്ദ സരസ്വതി പറഞ്ഞ മുദ്രാവാക്യമാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക്. നമുക്കറിയാം, ആര്യസമാജത്തിൻ്റെ സ്ഥാപകനായിരുന്നു ദയാനന്ദ സരസ്വതി. ആര്യസമാജത്തിൻ്റെ വർഷം എന്നാണ് സ്ഥാപിതമായതെന്ന് PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്നാണ് ആര്യസമാജം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1875 ബോംബെയിലാണ് ആര്യസമാജം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1875 ബോംബെയിലാണ് ആര്യസമാജം സ്ഥാപിച്ചത്. പിന്നീട് ആര്യസമാജത്തിൻ്റെ ആസ്ഥാനം എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാഹോറിലേക്കാണ് പിന്നീട് അതിൻ്റെ ആസ്ഥാനം മാറ്റിയത്. ഓക്കെ, അപ്പോൾ ആര്യസമാജം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. എന്നാണ് ആര്യസമാജം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1875 അത് സ്ഥാപിച്ചത് ബോംബെയിലായിരുന്നു. പിന്നീട് അതിൻ്റെ ആസ്ഥാനം എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ്? ലാഹോറിലേക്കാണ് അതിൻ്റെ ആസ്ഥാനം പിന്നീട് മാറ്റിയത്. വിഗ്രഹാരാധന വെരി വെരി ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിക്കുക. വിഗ്രഹാരാധന, അതേപോലെ തന്നെ ശൈശവ വിവാഹം. ഓക്കെ, അപ്പോൾ ശൈശവ വിവാഹം അതേപോലെ തന്നെ വിഗ്രഹാരാധന എന്നിവയെ എതിർത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യസമാജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യസമാജം. 10 സിദ്ധാന്തങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യസമാജവുമായി ബന്ധപ്പെട്ടതാണ് 10 സിദ്ധാന്തങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, 10 സിദ്ധാന്തങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? 10 സിദ്ധാന്തങ്ങൾ ആര്യസമാജവുമായി ബന്ധപ്പെട്ടതാണ്. ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മഹത്വപൂർണ്ണമാക്കുക. ഓക്കെ, അപ്പോൾ ലോകത്തെ മഹത്വപൂർണ്ണമാക്കുക എന്നതാണ് ഏതിൻ്റെ? നമ്മുടെ ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ മഹത്വപൂർണ്ണമാക്കുക. അതായത് കൃണ്ണന്തോ വിശ്വം ആര്യം എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. കൃണ്ണന്തോ വിശ്വം ആര്യം എന്നതാണ് ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആര്യസമാജവുമായി ബന്ധപ്പെട്ട് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നതാണ്. ഉറപ്പായും പഠിച്ചു വയ്ക്കണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മക്കളെ ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. അവസാനം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, അതായത് എന്താണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്? ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ
ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധി പ്രസ്ഥാനം ആര്യസമാജവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ശുദ്ധി പ്രസ്ഥാനം. ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ശുദ്ധി പ്രസ്ഥാനം. ക്ലിയർ ആണെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ആര്യസമാജത്തെക്കുറിച്ച്. ആര്യസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? യെസ്, ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ആര്യസമാജം എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1875 ആര്യസമാജം സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ മക്കളെ, അത് ബോംബെയിലാണ്. പിന്നീട് ബോംബെയിൽ നിന്ന് അതിൻ്റെ ആസ്ഥാനം എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ്? ലാഹോറിലേക്ക് അതിൻ്റെ ആസ്ഥാനം മാറ്റുകയുണ്ടായി. എന്തായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു ആര്യസമാജം. ഓക്കെ, അതേപോലെ തന്നെ 10 സിദ്ധാന്തങ്ങൾ, ശ്രദ്ധിക്കുക, 10 സിദ്ധാന്തങ്ങൾ താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് 10 സിദ്ധാന്തങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര്യസമാജവുമായി ബന്ധപ്പെട്ടതാണ് 10 സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതാണ്, ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോകത്തെ മഹത്വപൂർണ്ണമാക്കുക, അല്ലെങ്കിൽ കൃണ്ണന്തോ വിശ്വം ആര്യം. ഓക്കെ, കൃണ്ണന്തോ വിശ്വം ആര്യം എന്നതാണ് ഏതിൻ്റെ? ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് പഠിക്കാം. അതായത് ദയാനന്ദ സരസ്വതിയുടെ ജന്മദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ് ദയാനന്ദ സരസ്വതിയുടെ ജന്മദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഏതു വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഏതു വർഷമാണ് ദയാനന്ദ സരസ്വതി ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1824 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗുജറാത്തിലെ തങ്കാരയിൽ 1824 ദയാനന്ദ സരസ്വതി ജനിക്കുന്നത്. ഒത്തിരി തവണ PSC ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, മൂൽ ശങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, അപ്പോൾ മൂൽ ശങ്കർ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അപ്പോൾ ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മൂൽ ശങ്കർ എന്നാണ്. മൂൽ ശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി വിർജാനന്ദ. ഓക്കെ, ശ്രദ്ധിക്കുക, സ്വാമി വിർജാനന്ദ ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് മൂൽശങ്കർ എന്ന് പറയുന്ന ആ ഒരു പേരിൽ നിന്ന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള സ്വാമി വിർജാനന്ദയാണ്. സ്വാമി വിർജാനന്ദ. അദ്ദേഹം അറിയപ്പെടുന്ന പേര്, ഏത് പേരിലാണ് നമ്മുടെ ദയാനന്ദ സരസ്വതി അറിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പിതാമഹൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദയാനന്ദ സരസ്വതിയാണ്. അതേപോലെ തന്നെ ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ, വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെട്ടതും ദയാനന്ദ സരസ്വതിയാണ്. ജാതി വ്യവസ്ഥ, ശൈശവ വിവാഹം, വിഗ്രഹാരാധന, ബഹുഭാര്യത്വം തുടങ്ങിയവയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ്. അദ്ദേഹം ആരംഭിച്ച പത്രം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ആര്യപ്രകാശം. അപ്പോൾ ആര്യസമാജം ഓർത്തിരിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്രവും ഓർത്തിരിക്കാം. ആര്യപ്രകാശമായിരുന്നു പത്രം എന്ന് പറയുന്നത്. പത്രം ആര്യപ്രകാശമാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ അദ്ദേഹം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ച ദയാനന്ദ സരസ്വതിയാണ്. ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ സത്യാർത്ഥ പ്രകാശം, അപ്പോൾ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നു, അതാണ് നമ്മുടെ ദയാനന്ദ സരസ്വതി
എന്താണ് ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ്. അദ്ദേഹം ഈ ഒരു സത്യപ്രകാശം എന്ന് പറയുന്ന ആ ഒരു കൃതിയെ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെട്ട കൃതി ഏതാണെന്ന് ചോദിച്ചാൽ എന്നറിയപ്പെട്ട കൃതിയാണ് ഏതെന്ന് പറയുന്നത് സത്യാർത്ഥ പ്രകാശമാണ് ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ആര്യന്മാരുടെ ജന്മദേശം ടിബറ്റാണെന്ന വാദം മുന്നോട്ട് വയ്ക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ കൃതിയായിരുന്നു ഏതെന്ന് പറയുന്നത് സത്യാർത്ഥ പ്രകാശം. ഇത് പ്രസിദ്ധീകരിച്ചത് എന്നാന്ന് കൂടി മക്കളെ ഓർത്തു വയ്ക്കുക. 1875 സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ആ ഒരു കൃതി പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, സത്യാർത്ഥ പ്രകാശം രചിക്കാനായി അദ്ദേഹം ഏതു ഭാഷയിലാണ് ഈ കൃതി എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദി ഭാഷയിലാണ്. അപ്പോൾ ഹിന്ദി ഭാഷയിലാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന കൃതി എഴുതിയത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 1883 അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്നാണ് അദ്ദേഹം അന്തരിക്കുന്നതെന്ന് ചോദിച്ചാൽ 1883. അതേപോലെ ജനിച്ചത് 1824. അപ്പോൾ നമുക്ക് പഠിക്കാം. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു പറയാം. സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് ആദ്യം പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ജന്മദേശം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത് ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ്, തങ്കാര. ഓക്കെ, ഇനി അദ്ദേഹം ജനിച്ച വർഷം നമ്മൾ പറഞ്ഞു 1824 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നമ്മൾ പറഞ്ഞു എന്താണ്? മൂൽ ശങ്കർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ എന്നതായിരുന്നു. പിന്നീട് മൂൽ ശങ്കർ എന്ത് പേരിലേക്ക് മാറി? ദയാനന്ദ സരസ്വതി എന്ന പേരിലേക്ക് മാറാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള സ്വാമി വിർജാനന്ദയാണ് അദ്ദേഹത്തിന് ഏത് പേര് നൽകിയത്? ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പിതാമഹൻ. PSC അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ബേസ് ലെവൽ ചോദ്യമായിട്ട്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ദയാനന്ദ സരസ്വതി തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ആരംഭിച്ചൊരു പത്രമുണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? ആര്യപ്രകാശം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പത്രം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെട്ട ഒരു കൃതി അദ്ദേഹം നിലവിൽ എന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേരാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്നത്. 1875 ഈ ഒരു കൃതി അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഈ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന കൃതി ഏതു ഭാഷയിലാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ഭാഷയിലാണ് അദ്ദേഹം ഈ ഒരു കൃതി എഴുതിയത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് അത് ആരുടെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ്. അതേപോലെ തന്നെ നിലവിൽ അദ്ദേഹം മരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1883 അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതി എങ്ങനെയാണ് മരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് മരിക്കാനിടയായ സാമൂഹ്യ പരിഷ്കർത്താവ്. ഈ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോ, ചിലപ്പോൾ എങ്ങാനും ചോദിക്കാം. ഏത് രാജാവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമായിട്ട് മാറും. അതായത് ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ചാണ് ആര് മരിക്കുന്നത്? സ്വാമി ദയാനന്ദ സരസ്വതി മരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക 1883. അപ്പോൾ ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് മരിക്കാനിടയായ സാമൂഹ്യ പരിഷ്കർത്താവ് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ട് താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളുടെ എല്ലാത്തിൻ്റെയും PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. 2025 വരാനിരിക്കുന്ന കമ്പനി ബോർഡ്, LGS, അതേപോലെ തന്നെ VO, VFA മുതലായ എക്സാമുകൾക്കുള്ള ക്ലാസ്സുകളും നമ്മൾ ഉടൻ ആരംഭിക്കുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ, അതായത് 9-ാം തീയതി കഴിഞ്ഞുള്ളൊരു ദിവസത്തിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്കിനി അടുത്തൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാം, ബ്രഹ്മസമാജത്തെക്കുറിച്ച്. ഓക്കെ, നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാം. അതായത് ബ്രഹ്മസമാജത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ബ്രഹ്മസമാജം ഒത്തിരി തവണ PSC ചോദിച്ചതാണ് ബ്രഹ്മസമാജത്തെക്കുറിച്ച്. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. രാജാറാം മോഹൻ റോയ്. എന്നാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1828 ഓഗസ്റ്റ് 20-നാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1828-ലാണ്. ബ്രഹ്മസമാജം ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ബ്രഹ്മസഭ അല്ലെങ്കിൽ ആദ്യകാലത്ത് ഇത് അറിയപ്പെട്ടത് ബ്രഹ്മസമാജം ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസഭ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീടാണ് അത് എന്തായിട്ട് മാറിയത്? ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് മാറിയത്. അങ്ങനെ ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയ വർഷം എന്നാന്ന് ചോദിച്ചാൽ 1830-ലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 1828 സ്ഥാപിച്ചപ്പോൾ അത് ബ്രഹ്മസഭയായിരുന്നു. പിന്നീട് അത് എന്തായിട്ട് മാറി? 1830, അതായത് 2 വർഷങ്ങൾക്ക് ശേഷം ഇത് എന്തായിട്ട് മാറി? ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് മാറി. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസ്ഥാനം ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ്. അതാണ് സംവാദ് കൗമുദി. ഓക്കെ, സംവാദ് കൗമുദി എന്ന് പറയുന്നതാണ് ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണം. ചോദിച്ചു കഴിഞ്ഞാൽ അത് സംവാദ് കൗമുദിയാണ്. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ പത്രാധിപർ ആരാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പത്രാധിപർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ഇതിൻ്റെ പത്രാധിപർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികളായിരുന്നു ദേബേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്ര സെന്നും. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം എന്ത് ചെയ്തു? ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികളായിരുന്നു ദേബേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്ര സെന്നും. ബ്രഹ്മസമാജം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞത് 1866-ലാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ബ്രഹ്മസമാജത്തിൽ അഭിപ്രായ ഭിന്നതകൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദി ബ്രഹ്മസമാജം, ഓക്കെ, ആദി ബ്രഹ്മസമാജമെന്നും അതേപോലെ തന്നെ എന്താണ് ഭാരതീയ ബ്രഹ്മസമാജം, ഓക്കെ, ഭാരതീയ ബ്രഹ്മസമാജം, ഓക്കെ, ബ്രഹ്മസമാജം എന്ന് രണ്ടായിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ബ്രഹ്മസമാജം സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ബ്രഹ്മസമാജം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1866-ലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ബ്രഹ്മസമാജത്തിൻ്റെ 2 പിരിവുകളാണ് ഈ ആദി ബ്രഹ്മസമാജവും അതേപോലെ തന്നെ ഭാരതീയ ബ്രഹ്മസമാജവും എന്ന് പറയുന്നത്. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേബേന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, ദേബേന്ദ്രനാഥ ടാഗോറാണ് ഏതിന്? ഈ പറയുന്ന ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ദേബേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച കൃതിയായിരുന്നു ബ്രഹ്മധർമ്മ. അതായത് ഈ പറയുന്ന നമ്മുടെ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ബ്രഹ്മധർമ്മയാണ് എന്തിൻ്റെ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഏതാണ്? ബ്രഹ്മധർമ്മ എന്നുള്ളതാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, അയ്യത്താൻ ഗോപാലനാണ് ഈ പറയുന്ന ബ്രഹ്മധർമ്മ എന്ന് പറയുന്ന കൃതി എങ്ങോട്ടേക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ്, അതായത് പരിഭാഷപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അയ്യത്താൻ ഗോപാലനാണെന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ തത്വബോധിനി സഭ റാംമോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചതായിരുന്നു. ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ചതാണ് ഏതെന്ന് പറയുന്നത്? യെസ്, തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോറാണ് ആരംഭിച്ചത്. റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തത്വബോധിനി സഭ ആരംഭിച്ചത്. ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1839 ഇത് സ്ഥാപിക്കുന്നത്. തത്വബോധിനി സഭയുടെ ആദ്യ പേര് തത്വരഞ്ജിനി സഭ എന്നുള്ളതാണ്. അതിൻ്റെ മുഖപത്രമാണ് തത്വബോധിനി പത്രിക. ബ്രഹ്മസമാജത്തിൽ ലയിക്കുകയാണ് 1859 ഇത് ബ്രഹ്മസമാജത്തിൽ എന്ത് ചെയ്തു? ലയിച്ചു എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1859 ഓർത്തു വയ്ക്കുക. അപ്പോൾ തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ച വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1859 ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നീട് ഇനി നമുക്ക് രാജാറാം മോഹൻ റോയിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ എന്താണ് ദേവസമാജം? നമുക്കറിയാം ദേവസമാജം എന്ന് പറയുന്നത് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി സ്ഥാപിച്ചതാണ് ദേവസമാജം. അത് 1887 ലാഹോറിലാണ് സ്ഥാപിക്കുന്നത്. ദേവസമാജത്തിൻ്റെ മതപരമായ പുസ്തകം ദേവശാസ്ത്ര എന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ കേശവ ചന്ദ്ര സെന്നെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എന്ന് കരുതുന്നു. നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞിട്ട് ബാക്കിയുള്ള പോയിന്റ്സിലേക്ക് പോകാം. അതായത് നമ്മൾ പറഞ്ഞു ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാണ് സ്ഥാപിച്ചത്? 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. ആദ്യകാലത്ത് ഇത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ബ്രഹ്മസഭ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. പിന്നീട് എന്തായിട്ട് മാറി? 1830 ഇത് ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് മാറിയത്. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമായിരുന്നു സംവാദ കൗമുദിയാണ് ഇതിൻ്റെ പ്രചരണാർത്ഥം പ്രസിദ്ധീകരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് സംവാദ കൗമുദിയാണ്. ബംഗാളി പത്രമായ സംവാദ കൗമുദിയുടെ പത്രാധിപൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാറാം മോഹൻ റോയ് തന്നെയായിരുന്നു. ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികൾ, അതായത് രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന ആളുകളായിരുന്നു ദേവേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്രസെന്നും ദേവേന്ദ്രനാഥ ടാഗോറും. ബ്രഹ്മസമാജം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് എന്ത് ചെയ്യാണ്? രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുമ്പോൾ രണ്ട് രീതിയിലേക്ക് എന്ത് ചെയ്യാണ്? ബ്രഹ്മസമാജം സ്പ്ലിറ്റ് ആവുകയാണ്. അതിലൊന്നാണ് ഏതെന്ന് പറയുന്നത്? ആദി ബ്രഹ്മസമാജം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഭാരതീയ ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. അപ്പോൾ ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും രണ്ടായിട്ട് എന്ത് സ്പ്ലിറ്റ് ആവുകയാണ്? ബ്രഹ്മസമാജം സ്പ്ലിറ്റ് ആവുകയാണ്. ഓക്കെ, ഇനി ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, അപ്പോൾ ദേവേന്ദ്രനാഥ ടാഗോറാണ് ഏത് ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. എന്നാൽ ഭാരതീയ ബ്രഹ്മസമാജത്തിനാണെങ്കിൽ അത് കേശവചന്ദ്ര സെന്ന എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നിലവിൽ എന്ത് ചെയ്തു? നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെന്നാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. കേശവചന്ദ്ര സെന്നാണ് ഏത് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. ഇനി ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാണ് ആരെന്ന് പറയുന്നത്? യെസ്, ദേവേന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റാംമോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം സ്ഥാപിച്ചു. അതേപോലെ തന്നെ ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ ആരംഭിച്ചത് 1839
തത്വബോധിനി സഭ ആരംഭിച്ചത് 1839 ഒക്ടോബർ 6. തത്വബോധിനി സഭയുടെ ആദ്യ പേര് തത്വരഞ്ജിനി സഭ എന്നാണ്. തത്വബോധിനി സഭയുടെ മുഖപത്രമായിരുന്നു തത്വബോധിനി പത്രിക എന്നുള്ളത് കൂടി ഓർക്കുക. തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ ലയിച്ചത് 1859 ഇത് ലയിച്ചത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ ഭാരതീയ ബ്രഹ്മസമാജവും അതേപോലെ തന്നെ ആദി ബ്രഹ്മസമാജവും. ആദി ബ്രഹ്മസമാജത്തിൻ്റെ ആയിരുന്നു ആരെന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അദ്ദേഹം ബ്രഹ്മധർമ്മ എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചു. ഇതായിരുന്നു പിന്നീട് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആദി ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച ബ്രഹ്മധർമ്മ എന്ന് പറയുന്ന കൃതിയാണ് പിന്നീട് എന്തിലേക്ക് അതായത് പിന്നീട് ഈ പറയുന്ന ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെട്ട കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ബ്രഹ്മധർമ്മയാണെന്നുള്ളത് ഓർക്കുക. ബ്രഹ്മധർമ്മ. ഓക്കെ, അതേപോലെ തന്നെ ബ്രഹ്മധർമ്മം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ അതാണ് അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞു ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെന്നാണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെന്ന് ബ്രഹ്മസമാജത്തിൽ അംഗമായത് 1857 കേശവചന്ദ്രൻ സെന്ന് ഇന്ത്യൻ ബ്രഹ്മസമാജം ആരംഭിച്ചത് 1866 ഇന്ത്യൻ ബ്രഹ്മസമാജ് ആരംഭിച്ചത് കേശവചന്ദ്ര സെൻ ആരംഭിച്ചത്. അതായത് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു പേരതാണ് ഭാരതീയ അല്ലെങ്കിൽ ഭാരതീയ വർഷീയ ബ്രഹ്മസമാജ്. അതായത് ഗുഡ്വിൽ ഫ്രട്ടേണിറ്റി എന്ന മതസംഘടന ആരംഭിച്ചതും കേശവചന്ദ്ര സെന്നാണ്. ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും ഒരു സങ്കര ദർശനമായ നവവിധാൻ അവതരിപ്പിച്ചത്. വേണമെങ്കിൽ ചോദിക്കാട്ടോ, നവവിധാൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, റാങ്ക് മേക്കിംഗ് ആണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, നവവിധാൻ ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും ഒരു സങ്കര ദർശനമാണ് എന്തെന്ന് പറയുന്നത് നവവിധാൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നവവിധാൻ അവതരിപ്പിച്ചത് കേശവചന്ദ്ര സെൻ. 1860 സംഗത് സഭ രൂപീകരിച്ചതും കേശവചന്ദ്ര സെന്നാണ്. കേശവചന്ദ്ര സെൻ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ ആദ്യ പ്രസിഡന്റ് കേശവചന്ദ്ര സെന്നാണ്. സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചു 1878. അപ്പോൾ കേശവചന്ദ്ര സെന്നാണ് സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചത്. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രി. ഓക്കെ, അപ്പോൾ സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയുമാണ്. എന്തിന് ഈ പറയുന്ന നമ്മുടെ സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. സാധാരണ ബ്രഹ്മസമാജം വന്നതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 1878 ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭാരതീയ ബ്രഹ്മസമാജത്തെക്കുറിച്ചും കേശവചന്ദ്ര സെന്നിനെ കുറിച്ചും പഠിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നമ്മൾ പറഞ്ഞു നിലവിൽ ബ്രഹ്മസമാജം എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റായി ഏത് ബ്രഹ്മസമാജം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം. അങ്ങനെ രണ്ടായിട്ട് ഈ ഒരു സംഘടന സ്പ്ലിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് രീതിയിലുള്ള രണ്ടായിട്ട് ഈ പറയുന്ന ബ്രഹ്മസമാജം സ്പ്ലിറ്റായി. അതിലൊന്നായിരുന്നു ആദി ബ്രഹ്മസമാജം. ഓക്കെ, ആദി ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിലവിൽ ഭാരതീയ ബ്രഹ്മസമാജവും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്നുകൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ബ്രഹ്മസമാജം എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്യാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അങ്ങനെ രണ്ടായിട്ട് ഇത് സ്പ്ലിറ്റായി കഴിഞ്ഞപ്പോൾ അതിൽ ഒന്നായിരുന്നു എന്തെന്ന് പറയുന്നത്, അതിൽ ഒന്നിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ആദി ബ്രഹ്മസമാജം എന്ന് വിളിക്കാം. ആദി ബ്രഹ്മസമാജമാണ് ഒന്നാമത്തെ സ്പ്ലിറ്റ്. രണ്ടാമത്തെ ആണ് എന്തെന്ന് പറയുന്നത് ഭാരതീയ ബ്രഹ്മസമാജം.
ബ്രഹ്മ സമാജം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ. ഓക്കെ, അപ്പോൾ ആദി ബ്രഹ്മ സമാജവും ഭാരതീയ ബ്രഹ്മ സമാജവും. ഇതിൻ്റെ അകത്ത് ആദി ബ്രഹ്മ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേബേന്ദ്രനാഥ ടാഗോറാണ് ആദി ബ്രഹ്മ സമാജത്തിൻ്റെ സ്ഥാപകൻ. അങ്ങനെയാണെങ്കിൽ ഭാരതീയ ബ്രഹ്മ സമാജത്തിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേശവ ചന്ദ്ര സെന്നാണ്. കേശവ ചന്ദ്ര സെന്നാണ് ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഇനി ആദി ബ്രഹ്മ സമാജം. ആദി ബ്രഹ്മ സമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ചൊരു കൃതിയായിരുന്നു എന്തെന്ന് പറയുന്നത് ബ്രഹ്മധർമ്മ. ബ്രഹ്മധർമ്മ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് നമ്മുടെ ആരാണ്? നമ്മുടെ ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഏതെന്ന് പറയുന്നത് ബ്രഹ്മധർമ്മ. ഈ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യത്താൻ ഗോപാലനാണെന്നുള്ളത് ഓർക്കുക. അയ്യത്താൻ ഗോപാലൻ. ഇത്രയാണ് നമുക്ക് ഏതിനെക്കുറിച്ച് പഠിക്കാനുള്ളൂ? ഈ പറയുന്ന ആദി ബ്രഹ്മ സമാജവും അതേപോലെ തന്നെ ദേവേന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചും പഠിക്കാനുള്ളത്. അതേപോലെ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോ, റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയായിരുന്നു തത്വബോധിനി സഭ. ചിലപ്പോൾ അടുത്ത ദിവസം PSCക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. തത്വബോധിനി സഭ അത് സ്ഥാപിച്ച ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? നമ്മുടെ ദേവേന്ദ്രനാഥ ടാഗോറാണ്. എന്നാണ് എന്ന് ചോദിച്ചാൽ 1839 ഒക്ടോബർ 6 ഇത് സ്ഥാപിച്ചത്. തത്വബോധിനി സഭയുടെ പേര് ആദ്യം തത്വരഞ്ജിനി സഭ എന്നുള്ളതായിരുന്നു. തത്വബോധിനി സഭ ബ്രഹ്മസമാജത്തിൽ 1859 എന്ത് ചെയ്തു? ലയിച്ചു എന്നുള്ളതും ഓർക്കുക. ഇത്രയാണ് നമുക്ക് ആദി ബ്രഹ്മ സമാജത്തെക്കുറിച്ചും ദേവേന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചും പഠിക്കാനുള്ളത്. അടുത്ത ആളായിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ കേശവചന്ദ്ര സെൻ. അതായത് ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കേശവചന്ദ്ര സെൻ. കേശവചന്ദ്ര സെൻ ബ്രഹ്മസമാജത്തിൽ അംഗമായി. ഓക്കെ, അദ്ദേഹം അംഗമായതെന്നാന്ന് ചോദിച്ചാൽ 1857 അദ്ദേഹം അംഗമാകുന്നത്. ബ്രഹ്മ സമാജ് ആരംഭിച്ചത്, അതായത് ഇന്ത്യൻ ബ്രഹ്മ സമാജ് എന്ന പേരിലാണ് ഭാരതീയ ബ്രഹ്മ സമാജ് അല്ലെങ്കിൽ ഭാരതീയ വർഷീയ ബ്രഹ്മ സമാജ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. അത് ആരംഭിച്ചത് 1866 ഓർക്കുക. ഓക്കെ, ഇനി ഗുഡ്വിൽ ഫ്രട്ടേണിറ്റി എന്ന മതസംഘടന ആരംഭിച്ചത്. ഓക്കെ, ഗുഡ്വിൽ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു മതസംഘടന സ്ഥാപിച്ചതും ആര് തന്നെയാണ്? കേശവ ചന്ദ്ര സെന്നാന്നുള്ളത് ഓർക്കുക. ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒരു സങ്കര ദർശനമായ നവവിധാൻ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഹിന്ദുമതം. ഓക്കെ, അപ്പോൾ ഓർത്തു വയ്ക്കുക, ഹിന്ദുമതം അതേപോലെ തന്നെ എന്താണ് ക്രിസ്തുമതം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു സങ്കരമായിരുന്നു എന്തെന്ന് പറയുന്നത് നവവിധാൻ എന്ന് പറയുന്നത്. ഈ നവവിധാൻ എന്ന് പറയുന്നത് രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? കേശവ ചന്ദ്ര സെന്നാണ് നവവിധാൻ അവതരിപ്പിച്ചത്. 1860 സംഗത് സഭ രൂപീകരിച്ചു. 1860 സംഗത് സഭ ആരംഭിച്ചതും കേശവചന്ദ്ര സെന്നാണ്. സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചു 1878. അതേപോലെ തന്നെ സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ആനന്ദ മോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന നമുക്ക് ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. അതായത് ആര്യസമാജം നമ്മൾ പഠിച്ചു, ബ്രഹ്മസമാജം പഠിച്ചു. ഇനി അലിഗഡ് പ്രസ്ഥാനവും സമത്വ സമാജവും പറഞ്ഞതിന് ശേഷം നമുക്ക് രാജാറാം മോഹൻ റോയിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അലിഗഡ് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. LDC 2024 അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഓക്കെ, അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ സംഘടനയാണ് ഏതെന്ന് പറയുന്നത് അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത്, മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി
അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1875 സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1875. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചതാണ്. എന്നാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1875. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജും സ്ഥാപിച്ചു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1920 ഇത് അലിഗഡ് യൂണിവേഴ്സിറ്റി എന്നായി മാറി. ഓക്കെ, അപ്പോൾ 1920 അത് അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന പേരിലേക്ക് മാറി. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണ പ്രവർത്തകന്മാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരാഗ് അലിയും നാസിർ അഹമ്മദുമാണ്. അപ്പോൾ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ചിരാഗ് അലിയും അതേപോലെ തന്നെ നാസിർ അഹമ്മദും. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചതാണ് INC പഠിച്ചപ്പോൾ ആ ഒരു സമയത്ത്. അതായത് INCയെ എതിർത്തുകൊണ്ട് രൂപീകരിച്ച ഒരേ ഒരു പ്രസ്ഥാനമായിരുന്നു യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്, UIPA. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷനാണ് കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ എതിർത്ത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അസോസിയേഷനാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 1882 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1882 ഹണ്ടർ കമ്മീഷനിൽ അംഗമായ താഴെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1882 ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1887 സയ്യിദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വൈസ്രോയി ആയിരുന്നു ഡഫറിൻ പ്രഭു. ഓക്കെ, അപ്പോൾ ഡഫറിൻ പ്രഭു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1887 സർ സയ്യിദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രം ഒന്ന് ഓർത്തു വെച്ചോ, തഹ്സീബ് ഉൽ അൽഖാൽ. ഓക്കെ, അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തഹ്സീബ് ഉൽ അഖ്ലാഖാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ തഹ്സീബ് ഉൽ അഖ്ലാഖാണ്. 1857 കലാപത്തെക്കുറിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാൻ രചിച്ച പുസ്തകമായിരുന്നു ദ കോസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. അപ്പോൾ 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാൻ രചിച്ച പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ഏതിനെക്കുറിച്ച്? 1857 റിവോൾട്ടിനെ കുറിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാൻ രചിച്ച പുസ്തകമാണ് ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യൻ അവാർഡ് നേടിയ സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഒന്നുകൂടി പറയാം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു.
ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ അലിഗഡ് പ്രസ്ഥാനവുമായി ഇത്രയും പോയിൻറ്റ്സാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അലിഗഡ് പ്രസ്ഥാനം എന്നാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ 1875 അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. വെരി ഇമ്പോർട്ടൻ്റ്, വരുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഒരു ചോദ്യം ഇതിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 1875 ഇത് സ്ഥാപിതമായത്. സ്ഥാപിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. മുസ്ലിങ്ങളുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് പ്രസ്ഥാനം എന്നാണ് എന്ന് ചോദിച്ചാൽ 75 നമ്മൾ പറഞ്ഞു. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. പിന്നീട് 1920 സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? അലിഗഡ് യൂണിവേഴ്സിറ്റി എന്നാക്കി മാറ്റി. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരാഗ് അലിയും അതേപോലെ തന്നെ നാസിർ അഹമ്മദുമായിരുന്നു. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കോൺഗ്രസ്സിൽ എന്താണ്? കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. UIPA, യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ, INCക്ക് എതിരായിട്ട് രൂപീകരിച്ച ഒരു സംഘടനയായിരുന്നു. അതേപോലെ തന്നെ 1882 ഹണ്ടർ കമ്മീഷൻ, ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവ്. 1887 നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാനെ സിവിൽ സർവീസ് കമ്മീഷനിലേക്ക് നാമനിർദ്ദേശം ചെയ്തു ഡഫറിൻ പ്രഭു. അദ്ദേഹം സ്ഥാപിച്ച പ്രമുഖ പത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? തഹസീബ് ഉൾ അഖ്ലാഖാണ് അദ്ദേഹം സ്ഥാപിച്ച പത്രം എന്ന് പറയുന്നത്. ഓക്കെ, 1857 കലാപത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ് ദ കോസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ സാമൂഹ്യ പരിഷ്കർത്താവുമാർ തന്നെയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അദ്ദേഹം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും ഐക്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. അങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇന്ന് അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് നോക്കാം. സമത്വ സമാജത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത ഓപ്ഷനാണ് സമത്വ സമാജം. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് സമത്വ സമാജം ഇട്ടത് എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്ക് പഠിക്കാം. സമത്വ സമാജം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം. അപ്പോൾ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? സമത്വ സമാജം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഏതാണ്? സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അപ്പോൾ ആരാണ് സമത്വ സമാജം എന്ന് പറയുന്ന ആ ഒരു ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠ സ്വാമികൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് സമത്വ സമാജം സ്ഥാപിച്ചത് എന്നുള്ളത് PSC ഒത്തിരി തവണ ചോദിച്ചതാണ്. 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് സമത്വ സമാജവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠ സ്വാമികളാണ്. എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1836 എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. നമുക്കറിയാം വൈകുണ്ഠ സ്വാമികൾ
വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഓക്കെ, ശ്രദ്ധിക്കുക, മുടി ചൂടും പെരുമാൾ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റുകയും പിന്നീട് വൈകുണ്ഠസ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളെന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. കുട്ടിക്കാലത്ത് സ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, തിരുക്കുറൽ. ഓർത്തു വയ്ക്കുക, തിരുക്കുറൽ എന്ന് പറയുന്നതാണ് കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഗ്രന്ഥമെന്ന് പറയുന്നത്. വൈകുണ്ഠസ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് സ്വാമിത്തോപ്പ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സ്വാമിത്തോപ്പാണ് അദ്ദേഹം എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്? ധ്യാനത്തിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് മുമ്പ് തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി എന്ത് ചെയ്തു? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഒത്തിരി തവണ PSC ചോദിച്ചതാണ് കേട്ടോ. വേല ചെയ്താൽ കൂലി കിട്ടണം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് ആരുടെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ഠസ്വാമികളുടെ മുദ്രാവാക്യമായിരുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്തു. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ രാജാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതി തിരുനാളാണ്. ഓക്കെ, അപ്പോൾ വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതി തിരുനാളാണ്. എന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1838 സ്വാതി തിരുനാൾ നമ്മുടെ വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ 110 ദിവസമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ശിങ്കാരത്തോപ്പ് ജയിലിൽ അടയ്ക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ജയിലിൽ, അതായത് ശിങ്കാരത്തോപ്പ് എന്ന് പറയുന്ന ജയിലിൽ വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ സ്വാതി തിരുനാളാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 1838. എത്ര ദിവസമാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 110 ദിവസമാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈക്കാടയ്യാണ്. തൈക്കാടയ്യാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ. വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് നൽകിയ മഹത്വ വചനമായിരുന്നു ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന്. നമ്മൾ ഇതിൻ്റെ ഏറ്റവും ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള വേർഷൻ മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ളത്. അത് പിന്നീട് ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിലൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ മുന്തിരിക്കിണർ, അതേപോലെ തൂവയിൽ പന്തി കൂട്ടായ്മ, സമപന്തി ഭോജനം, ഇതൊക്കെ നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രത്യേകിച്ച് സമപന്തി ഭോജനം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ് സമപന്തി ഭോജനം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും PSC പരീക്ഷകളിലൊക്കെ ചോദിക്കാം. പ്രീതി ഭോജനം, സമപന്തി ഭോജനം, മിശ്ര ഭോജനം, ഇതൊക്കെ നടത്തിയത് ആരാന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയേക്കുന്നതാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. അദ്ദേഹം ജനിക്കുന്നത് 1809 മാർച്ച് 12 കേട്ടോ. 1809 മാർച്ച് 12 ജനിച്ചു. അന്തരിക്കുന്നത് 1851 ജൂൺ 3 അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഉദ്ദേശിച്ച് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമായ സമത്വ സമാജമായിരുന്നു. സമത്വ സമാജം രൂപീകരിക്കപ്പെട്ടതെന്നാന്ന് ചോദിച്ചാൽ 1836. ആരാണ് രൂപീകരിച്ചത്, സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതായത് കുട്ടിക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടത് മുടിചൂടും പെരുമാൾ എന്ന പേരിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ
എന്താണ് ജാതിയുടെ എതിർപ്പിനെ തുടർന്നാണ് മുത്തുക്കുട്ടി എന്ന പേരിലേക്ക് മാറുകയും പിന്നീട് വൈകുണ്ഠ സ്വാമികളാവുകയും ചെയ്തു. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിലെ ആദ്യത്തെ ആളെന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. കുട്ടിക്കാലത്ത് അദ്ദേഹം വായിച്ചിരുന്നത് ഏറെ കൂടുതൽ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തിയത് തിരുക്കുറൽ എന്ന് പറയുന്ന തമിഴ് ഗ്രന്ഥമായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അദ്ദേഹം ധ്യാനത്തിന് വേണ്ടി സ്വീകരിച്ചിരുന്ന സ്ഥലമാണ് സ്വാമിത്തോപ്പ് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറയുന്നത് ആരുടെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെ ആയിരുന്നു. അദ്ദേഹത്തെ ജയിലിലടച്ചു. ശിങ്കാരത്തോപ്പിൽ 1838 അടച്ച തിരുവിതാംകൂർ രാജാവാരായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. 110 ദിവസമാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് എന്നുള്ളത് കൂടി ഓർക്കുക. 1838 ഓർത്തു വയ്ക്കണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു തൈക്കാടയ്യ. ശിഷ്യൻ തൈക്കാടയ്യ. പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മഹത്വചനമാണ് ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകമൊന്ന്, മനുഷ്യന് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ ഒരിക്കൽ PSC ചോദിച്ചതാണ് കേട്ടോ, ഈ ചാന്നാർ ലഹളയ്ക്ക് അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ്. ഓക്കെ, ശ്രദ്ധിക്കുക. മേൽമുണ്ട് അല്ലെങ്കിൽ ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം മാർച്ച് 12. സർക്കാർ ഇന്ന് വൈകുണ്ഠ സ്വാമിയുടെ ജന്മദിനമായ മാർച്ച് 12 സർക്കാർ നടാർ സമുദായത്തിലെ നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ട്. ഓക്കെ, നടാർ സമുദായത്തിന്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഒരൊറ്റ പോയിൻ്റോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഓക്കെ, സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ്. അതേപോലെ തന്നെ മുന്തിരിക്കിണർ ആരുടെ സംഭാവനയാണ്? മുന്തിരിക്കിണർ ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെയാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയുന്നു നിലവിളി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2014 നിലവിളി സമരം. അതായത് വൈകുണ്ഠ സ്വാമിയുടെ ജന്മദിനമായിട്ടുള്ള മാർച്ച് 12 പൊതു അവധിയാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വൈകുണ്ഠ സ്വാമി ധർമ്മ പ്രചാരണ സഭ നടത്തിയ സമരമായിരുന്നു നിലവിളി സമരം. ഓർത്തു വയ്ക്കുക. വൈകുണ്ഠ സ്വാമിയുടെ ജന്മദിനമായി മാർച്ച് 12 പൊതു അവധിയാക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠ സ്വാമി ധർമ്മ പ്രചാരണ സഭ നടത്തിയ സമരമാണ് ഏതെന്ന് പറയുന്നത്? യെസ്, നിലവിളി സമരം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് സെറ്റാക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ട് കൂടി നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ വൈകുന്നേരത്തെ ക്വസ്റ്റ്യൻ ബോർഡിലും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. അതിനുവേണ്ടി കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ ഞാനും ഉണ്ടാകും. ഒന്നുകൊണ്ടും നമ്മൾ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല. കാരണം നെഗറ്റീവോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ പോകുമ്പോഴാണ് കൂടുതൽ ടെൻഷനിലേക്ക് പോകുന്നത്. ടെൻഷൻ അടിച്ചാൽ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ലഭിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. അന്തിമ വിജയം എന്ന് പറയുന്നത് നമുക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ബാക്കി ക്ലാസ്സുകൾ ഓരോ ചോദ്യവുമായിട്ട് സെറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമ്മൾ പഠിച്ചതൊക്കെ അടുത്ത എക്സാമിന് വരട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.